കൊല്ലപ്പെട്ട അർഷിദ് എന്ന ആ കുഞ്ഞിൻ്റെ ഒരു വീഡിയോ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നതിന് ആ വീഡിയോ കാണിച്ചിരുന്നു. അതിൽ ആ കുഞ്ഞിൻ്റെ രണ്ട് കൈയും പ്ലാസ്റ്റർ ഇട്ട നിലയിലാണ് ഒരു വ്ളോഗർ ഒരു സമ്മാന പദ്ധതിയുമൊക്കെയായി ബന്ധപ്പെട്ട് കുഞ്ഞ് അമ്മയാണ് കുഞ്ഞിനെ എടുത്തിരിക്കുന്നത്, അവരോട് സംസാരിക്കുന്നതും ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നതൊക്കെയാണ് ദൃശ്യങ്ങൾ. പക്ഷേ ആ ദൃശ്യങ്ങൾ അന്ന് കണ്ടവർ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നവർക്കാണ് ഇതെന്താണ് ആ കുഞ്ഞിൻ്റെ ആ ഒരു പ്ലാസ്റ്റർ ഇട്ട കൈകൾക്ക് പിന്നിലെന്ന സത്യം തിരിച്ചറിഞ്ഞത്. വല്ലാത്ത വേദനയോട് കൂടിയിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്ത ആളുടെ സുഹൃത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇന്നലെ യൂട്യൂബിൽ വന്ന ആ വീഡിയോ വല്ലാതെ ഹൃദയം വേദനിപ്പിക്കുന്നുണ്ട്. അന്ന് ആ വീഡിയോ എടുത്ത യൂട്യൂബറുടെ സുഹൃത്ത് നമ്മളൊപ്പം ഉണ്ട്. നിങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്? അതെ, പുള്ളി എനിക്കല്ലാതെ വീഡിയോസ് വഴി അറിയാം. അപ്പോൾ പുള്ളി നമ്മളൊരു നെടുമങ്ങാടത്തെ ഷോപ്പിലേക്ക് വേണ്ടിയാണ് ഇതേപോലെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ അപ്രതീക്ഷിതമായിട്ട് വൈറലായ സമയത്ത് ആ കൊച്ചിന് വേണ്ടി ആ ഷോപ്പിലെ ആൾക്കാർ കുട്ടിക്ക് ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. സൈക്കിളിൽ നിന്ന് വീണതുകൊണ്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക. അതേപോലെ ആ ഷോപ്പിന് ഒരു പ്രൊമോഷനായി 1 മില്യൺ അടിച്ച ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഷോപ്പിലെ ഓണർ ഇതേപോലെ ഒരു സൈക്കിളൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞ്. പക്ഷേ ഈ സംഭവം അതിനുശേഷമാണ് ഈ സംഭവം ഷോക്കായിട്ട് അറിയണത്. ഈ കുഞ്ഞിന്റെ അമ്മ നിങ്ങളോട് പഠിച്ചതാണല്ലേ? എന്റെ സീനിയറായിട്ട് പഠിച്ചു, ജൂനിയറായിട്ട് പഠിച്ചാണ്. അന്നേ പരിചയമുണ്ട്. ഞാൻ ഈ സംഭവം തുടങ്ങണതിന് മുന്നേ തന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഈ പുള്ളിയുടെ ഫോട്ടോ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ നമ്മളിപ്പോൾ അഫെയറിലാണ് എന്ന് പറഞ്ഞ്. ഞാൻ അന്നേ പറഞ്ഞ് ഈ പയ്യനെ പറ്റി നേരത്തെ അറിയാന്നുള്ളത് കൊണ്ട് പറഞ്ഞ് നീ ഇത് വിഷയമാവും, പിന്നീട് നീ തീവണ്ടിക്കാണ് തല വയ്ക്കാൻ പോകണമെന്ന് ഞാൻ അന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അഖിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് അതെൻ്റെ ചേട്ടനാണ്, നമുക്ക് അറിയാൻ, കുഴപ്പമില്ല, കുടുംബക്കാരായിട്ടുള്ള സംസാരമുണ്ട്, നല്ല കമ്പനിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോ സമയത്ത് ഓരോ അന്യനെ പോലെയാണ്, ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. ഇതിന് മുന്നേ നമ്മളെ വീടിൻ്റെ അടുത്ത് വേറൊരു ലേഡിയായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നടന്ന സമയത്ത് ഈ അവിടുത്തെ ആ പെണ്ണുമായിട്ട് കേണ്ടിച്ചാടുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ച സാനിഫിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഈ കേട്ടത്. ജിതിൻ എന്നൊരു വ്ളോഗറാണ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ജിതിൻ എന്ന വ്ളോഗറെയാണ്. ജിതിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ ജിതിൻ മാനസികമായി വല്ലാത്തൊരു വിഷമത്തിലാണ്, അതുകൊണ്ട് പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആക്ടിവിറ്റീസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പക്ഷേ ദിവസങ്ങൾക്കിപ്പുറം ആ കുഞ്ഞ് മരണപ്പെട്ടു. ആ കുഞ്ഞിനെ അന്ന് രൂപത്തിൽ കണ്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു പീഡനം ഏൽക്കേണ്ടി വന്ന കാര്യമുണ്ട് എന്നൊന്നും ആ വ്ളോഗറും അറിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം കണ്ട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. ആ അമ്മ ചിരിച്ചുകൊണ്ട് ആ സമ്മാനം എടുത്തു കൊടുക്കുന്ന ആ കുഞ്ഞിൻ്റെ കയ്യിലേക്കാണ്, പ്ലാസ്റ്റർ ഇട്ട കൈ കൊണ്ട് പോലും ആ കുഞ്ഞ് ആ സമ്മാനം ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദിവസങ്ങൾക്കിപ്പുറം ആ കുഞ്ഞിൻ്റെ ചേതനേറ്റ ശരീരമാണ് പിന്നെ പ്രിയപ്പെട്ടവർ കാണുന്നത് എന്നതാണ് എന്തായാലും ഏറ്റവും സങ്കടകരമായൊരു വാർത്തയാണ് ഇന്ന്. നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത് അതിൻ്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അഷ്കറിനെ ആ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ രോഷമൊക്കെയാണ്. നാട്ടുകാർ സങ്കടത്തോടു കൂടി തന്നെയാണ്, നിറഞ്ഞ കണ്ണുകളോടെയാണ് പലരും ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്.